എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻകുട്ടിയുടെ വയ്യായ്ക മാറിയില്ലേ എന്നൊക്കെ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കണ്ണൻകുട്ടിക്ക് നല്ല കുറവുണ്ട് കേട്ടോ. കുറുങ്ങലുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞു വരുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. പിന്നെ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടേ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളെപ്പോലെ തന്നെ ഇപ്പോൾ കണ്ണൻ്റെ പോലത്തെ ഉണ്ണികൾ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ കുറേ പേര് വീഡിയോസുകൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നമ്പർ ഉണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്ന കണ്ണൻ്റെ പോലെയുള്ള ഉണ്ണികളുടെ ആരുമായിട്ട് എനിക്കങ്ങനെ കോൺടാക്ട്സ് ഒന്നുമില്ല. ആദ്യമൊക്കെ 1-2 പേരായിട്ട് ചെറിയ കോൺടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ എനിക്ക് ശരിയല്ലെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ ഒരാളായിട്ട് കോൺടാക്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നമ്പർ ചോദിച്ചാൽ അവരുടെ നമ്പറൊന്നും എനിക്ക് അങ്ങനെ വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ചിലരൊക്കെ ആണെങ്കിലും അവരെ അങ്ങനെ മറ്റുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത് പോലെയൊക്കെ ഞാൻ കമൻസിലൊക്കെ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കണ്ണനെ മാത്രം കാണിച്ച് വീഡിയോസ് ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ കണ്ണൻ്റെ വീഡിയോസുകൾ ഒട്ടും ഇടാറില്ലായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോസുകളാണ് ഇട്ട് പോകാറുള്ളത്. എനിക്കൊരിക്കലും കണ്ണനെ ഒരാളും സഹതാപത്തോടു കൂടെ സംസാരിക്കുന്നത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നത് പോലെ എനിക്കിഷ്ടമല്ല. പ്രാർത്ഥിക്കുന്നത് ഒക്കെയാണ്, പക്ഷേ അവിടെ ഉണ്ട് ഒരു സഹതാപം അല്ലേ. അപ്പോൾ അങ്ങനത്തെ സഹതാപ വാക്കുകൾ വേഗം ശരിയാവും, അതൊക്കെ നല്ലൊരു വാക്കുകളാണ്. കണ്ണൻ വേഗം ശരിയാവട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കുക, അതൊക്കെ നല്ല വാക്കുകളാണ്. പക്ഷെ അതിലൊക്കെ എവിടെയോ ഒരു സഹതാപം ഒളിഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പോലും എനിക്കൊരു ഇറിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പണ്ടൊന്നും കണ്ണനെ നമ്മുടെ ചാനലിലൊന്നും കാണിക്കാതിരുന്നിട്ടുള്ളത്. പക്ഷെ അവൻ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു എന്നായപ്പോഴേ ഈ സഹതാപം ഒന്നുമല്ലാതെയും അവൻ്റെ ഒരു ടോണിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കണ്ണ എൻ്റെ വട അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ആളുകളോടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഉണ്ണികളെ മാത്രം കാണിച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോസ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ നമ്മളുടെ വീഡിയോസിൽ കണ്ണൻ്റെ വിശേഷങ്ങളോടൊപ്പം നമ്മളുടെ വീട്ടുവിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരായിട്ട് നമ്മളങ്ങനെ കമ്പയർ ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഒരു ഇഷ്ടക്കുറവ് തോന്നാറുണ്ട്. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ കണ്ണൻകുട്ടിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൻ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ.